ചേച്ചി. ഓ ഞാൻ കൊണ്ടുവരാം, ഞാൻ വീട്ടിലുണ്ട്. ആ ചേച്ചി ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാം. ശരി ചേച്ചി. അത് മിക്കവാറും ആ മീറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും ചേച്ചി. ഞാൻ വന്നിട്ട് ഡീൽ ചെയ്യാം. ശരി ഞാൻ ഇപ്പോൾ വരാം. ശരി അമ്മോയ്. അമ്മ കാര്യം എന്താണെന്ന് അറിയൂ? എന്ത് കാര്യം? ഇപ്പൊ ഉച്ചേച്ചി വിളിച്ചതേ. അതെനിക്കറിയാം. എങ്ങനെ? അത് കറണ്ട് ബില്ല് കൂടുതലാണല്ലേ ഉഷയ്ക്ക്? കുറച്ച് പ്രാവശ്യമായിട്ട് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ മീറ്ററിന് ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നറിയാനൊരു ഡൗട്ട്. അപ്പൊ അതങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ പരാതി കൊടുക്കണം ഇലക്ട്രിസിറ്റി ഓഫീസിൽ. അപ്പൊ അതിന് നിന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞല്ലേ? അമ്മ ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായമ്മ? അമ്മയുടെ ബുദ്ധി അപാരം തന്നെ കേട്ടാ. ഇതിന് വലിയ ബുദ്ധിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. പറയണത് കേൾക്കുമ്പോൾ ഏത് പൊട്ടനും മനസ്സിലാവും. പറഞ്ഞേ കേട്ടായിരുന്ന? കേട്ടായിരുന്നു. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ അമ്മ. ഓ ഇനി നമ്മളെന്തിനാ നിനക്ക് തടസ്സം പറഞ്ഞ? പോയിട്ട് വാടേ. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടാ. അമ്മയെ സോപ്പിടാൻ പറയാന്ന് വിചാരിക്കരുത് കേട്ടാ. പറയടേ. അമ്മ ഞാൻ എൻ്റെ വിജയത്തിന്റെ മൊത്ത കാരണവും അമ്മ എനിക്ക് എന്ന സപ്പോർട്ടും ഫ്രീഡം ഒക്കെയാണ്. ഞാൻ സോപ്പിടാൻ പറഞ്ഞല്ലേ, സത്യമായിട്ടും. പോയിട്ട് വാ. നീ പോ. നീ ആരാണെന്നും എന്താണെന്നും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇതിന് ഇപ്പൊ ഞാൻ വല്ലതും ചെയ്യും കേട്ടോ. എന്താടാ പിറുപിറുക്കണേ? അല്ല എന്റെ സഹോദരിയാണ് എന്റെ എല്ലാം എന്ന് പറയുമായിരുന്നു. പോട്ടെ അമ്മ. നിനക്ക് മിണ്ടായിരുന്നു. അവൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ. ഇപ്പൊക്കെ എങ്ങോട്ടാണാവോ എന്തോ. വെറുതെ വായിരുന്നത് ആവശ്യമില്ലാത്ത പറയല്ലേട്ടല്ലേ അച്ചു. അമ്മ പോയില്ലേ? എന്ത്? അല്ലമ്മ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കാര്യം ഓർത്തത്. പറ. അമ്മ പിന്നെ നമുക്കൊരു ബൈക്ക് മേടിച്ചാലേ? ഗിയർലെസ് മതി. അമ്മ ഫസ്റ്റ് പേയ്മെന്റ് അടക്കിയ പിന്നുള്ള EMI മൊത്തം ഞാൻ അടച്ചോളാം. എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വേണ്ടേ? അല്ല വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പോട്ടാ അമ്മ. കഥ ഉണ്ടാക്കിയതും കേശു, കഥ അഴിച്ചതും കേശു. കേശു പാവാട്ടാ. അവന് ഇഷ്ടംപോലെ സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവൻ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു നിലയിലെത്തും. എല്ലാം കൊള്ളാം ചേട്ടാ. പക്ഷെ ചില സമയത്ത് അവന്റെ വർത്താനം ഉണ്ടല്ലോ എന്റെ പൊന്നോ. നിന്റെ വായിന്ന് പറയുന്നത് ഭയങ്കര വിശേഷപ്പെട്ടാണല്ലോ. കാർ ക്യാൻസലായിട്ട് മണിക്കൂറുകളായിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ അവൻ സ്കൂട്ടർ തള്ളിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുക. അതും ക്യാൻസൽ. അതെങ്ങനെയാ? അമ്മ ഇങ്ങനെ വിലങ്ങുകടിയായിട്ട് നിക്കുവല്ലേ? അല്ല നമുക്ക് അബദ്ധമൊന്നും പറ്റാതെ എല്ലാം ശ്രദ്ധിച്ച് അമ്മ ഇങ്ങനെ നിക്കുവാണല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളവരുടെ അടുത്ത് നാക്കിട്ട് അടിക്കണമല്ലോ എൻ്റെ അടുത്ത് അടിക്കാൻ വന്നണ്ടല്ലോ. നാക്കങ്ങ് പിടിച്ചെടുത്തിട്ട് അരിഞ്ഞങ്ങ് തരുന്നേ. സുരേഷ് ഏട്ടാ, ഞാൻ എപ്പോഴാട്ടോ കോളുണ്ട്. ഞാൻ ഇവിടെ വീട്ടിൽ കുറച്ച് സംസാരത്തിലായി പോയി. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വൈകിട്ട് കാണാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വൈകുന്നേരം കഫേ വെച്ച് മീറ്റ് ചെയ്താലോ? ഹലോ. കഫേ വെച്ച് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അവിടെ നിന്ന് ഇറങ്ങണമൊന്നുമില്ലല്ലോ. എന്നാ കഫേ വെച്ച് മീറ്റ് ചെയ്യാം. സുരേഷ് ഏട്ടാ, അതെ എൻ്റെ അനിയൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പം അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. പറടാ. സാർ ഓക്കെ സാർ. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പെട്ടെന്ന് വരാം. കുഴപ്പമൊന്നുമില്ലല്ലോ. താങ്ക് യു സാർ. അവൻ്റെ കയ്യിൽ ഒന്ന് കൊടുത്താ താങ്ക് യു സാർ. ക്യാഷുവേ എന്തുവാടാ? നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല നീ ടെൻഷൻ അടിക്കാൻ അങ്ങോട്ട് വരാം. ശരി. അമ്മ കാര്യം അല്ല, അതെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. എന്ത് സംഭവം? അത് വേറൊന്നല്ല. ചേട്ടാ കാര്യം പറയട്ടാ. കേശു വണ്ടി ഓടിച്ച് നടന്നില്ലേ, ചെറിയൊരു ആക്സിഡന്റ്. ഇല്ല അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് മുട്ടേ ഉള്ളൂ. ടെൻഷൻ അടിക്കണ്ട. ഒന്നും പറ്റിയില്ല. ഇപ്പൊ ഇത്തിരി മുമ്പ് തന്നെ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കേശുവിന്റെ അടുത്ത് സംസാരിച്ചു. ഒരു കുഴപ്പമില്ല, ഹോസ്പിറ്റലുണ്ട്. അമ്മ ടെൻഷൻ അടിക്കല്ലേ. അവന്റെ അടുത്ത് സംസാരിച്ചു. ജസ്റ്റ് 2 സ്ക്രാച്ചസ് ഇവിടെയും കയ്യിലും ജസ്റ്റ് നെറ്റിയിൽ എന്തോ ആണെന്ന് അവൻ പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ സംസാരിച്ചല്ലേ, ഹീസ് ഓക്കെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വരാം. ഏതോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത്. ഇല്ല നിങ്ങൾ വരണ്ട, ഞാൻ പോയിട്ട് വരാം. ഒന്നും ടെൻഷൻ അടിക്കാനില്ല. അവന് കൂളായിട്ട് കൊണ്ടുവരാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം, അച്ഛൻ്റെ അടുത്ത് പറയണ്ടെന്ന് അവൻ പറഞ്ഞ്. അവൻ ഭയങ്കര ടെൻഷനിലാണ്. അവന് വേറെ കുഴപ്പമൊന്നും ഇല്ലമ്മ. ഞാൻ അവനെ കൊണ്ടുവരാം. പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടാ. ഇല്ല അമ്മ എന്തിനു പറഞ്ഞത്?
ഞാൻ പോയിട്ട് വരാം, ടെൻഷൻ അടിക്കില്ലേ. ആ എന്താ അമ്മേ? ഏയ് ഒന്നുമില്ല, എന്താണ്? ഒന്നുമില്ല, വെള്ളം വേണോ? ഒന്നും വേണ്ട. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മ, അച്ഛനെ വിളിച്ച് പറയണ്ടേ? കുറച്ചുകൂടെ കഴിയട്ടെ. അമ്മ ഇങ്ങനെ ടെൻഷനിൽ അടിക്കില്ല അമ്മ, എനിക്കും ടെൻഷൻ ആവണെന്ന്. ഒന്നും മിണ്ടായിരില്ല അച്ചു, സ്വസ്ഥത. ചേട്ടാ ഓക്കെ ഏട്ടാ. അമ്മ അമ്മ ഒരു പ്രശ്നവുമില്ല, അമ്മ ടെൻഷൻ അടിക്കണ്ട. ഡോക്ടർ പറഞ്ഞു ഓക്കെ ആണെന്ന്. അയ്യോ അല്ലമ്മ, ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പിന്നെ ഇവൻ വണ്ടി കൊണ്ട് ഇടിച്ചു കയറ്റിയത് പ്രായം ഒരാളുടെ ബൈക്കിലാണ്. ഭാഗ്യത്തിന് അയാൾക്കൊന്നും പറ്റിയില്ല. തൊട്ടടുത്ത് പോലീസും ഉണ്ടായിരുന്നു. അവരൊന്ന് കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അയാൾക്കൊരു കുഴപ്പമില്ലെന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആക്കി. ഈ ഇടിച്ചാളുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ? ആ അതൊന്നും ആയില്ല, പക്ഷേ രതീഷേട്ടൻ്റെ വണ്ടിക്ക് കുറച്ച് പരിക്കുണ്ട്. 4000 രൂപയുടെ പണി. 4000 രൂപ പണിയാ? ഓ, അത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മോശം. പിന്നെ ഭാഗ്യത്തിനെല്ലാം അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടാതെ അങ്ങ് പോയി. ഇപ്പൊ മനസ്സിലായാ? പ്രായപൂർത്തിയാവാതെ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി എടുക്കരുതെന്ന്. അവൻ വലിയ എക്സ്പേർട്ട് വന്നേക്കുന്നു. ചേട്ടാ, ആ രതീഷ് ചേട്ടന്റെ വണ്ടി ശരിയാക്കി കൊടുത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമോ? ആ അത്ര എളുപ്പമല്ല, കാരണം ഇപ്പൊ നിയമങ്ങളൊക്കെ സ്ട്രോങ് ആണ്. അങ്ങനെ വെറുതെ കണ്ണു വെട്ടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് രതീഷ് ചേട്ടനാണല്ലോ അവന് വണ്ടി കൊടുത്തത്. അങ്ങേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും, മിക്കവാറും കോടതിയിലും പോകേണ്ടി വരും. അയാൾ കോടതിയിൽ കയറി ഇറങ്ങട്ടെ, ഇച്ചിരി പോന്ന പിള്ളേർക്ക് വണ്ടി കൊടുത്തേ. ആ അയാൾ മാത്രമല്ല, നമ്മുടെ അച്ഛനും കയറി ഇറങ്ങേണ്ടി വരും, പോലീസ് സ്റ്റേഷൻ കോടതിയൊക്കെ. പിന്നെ അതിൻ്റെ ഒപ്പം പെറ്റി കോടതി തീരുമാനിക്കും. ആ അല്ല, അത് ഓൾമോസ്റ്റ് എത്രയാവും? എല്ലാം കൂടി പെറ്റി എന്ന് പറയുമ്പോൾ ഒരു 10, 15, 25,000 രൂപയുടെ അങ്ങനെ ആയേക്കാം. എനിക്കിതിനെ കുറിച്ചൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അമ്മ, എത്ര രൂപയായാലും വിഷയമില്ല, രതീഷേനെ അച്ഛനെ രക്ഷിക്കണം. എടാ, ഇതിപ്പോ ഒരു വണ്ടി മേടിക്കാനുള്ള പൈസ ആയല്ലോടാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ചിരിക്കണണ്ട അവൻ. വയ്യാത്തോണ്ട് ഞാൻ ഒന്നും ചെയ്യാത്തേട്ടാ കേശു. എല്ലാം ഒപ്പിച്ചിട്ട് അവൻ ഇരുന്ന് ചിരിക്കണ്. ദേ, ആ രതീഷേട്ടനല്ലേ നിനക്ക് വണ്ടി തന്നത്. പിന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തന്നല്ല, ഉഷ ചേച്ചി മറ്റവരും മറിച്ചവരൊക്കെ വണ്ടി ഓടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവര് പൈസ തരും നിനക്ക്, ഇതിനുള്ള പൈസയും വണ്ടി ശരിയാക്കാനുള്ള പൈസയും എല്ലാം അവര് തരും. ഞാൻ 5 പൈസ തരുമെന്ന് നീ വിചാരിക്കണ്ട, അല്ലെങ്കിൽ ജോലി ചെയ്ത് വീട്ടിക്കോ. എല്ലാം ഒപ്പിച്ചിട്ട് വന്നേക്കാവൻ. കേറി പോടാകത്ത്. സോറി സോറി ഞാൻ കണ്ടില്ല. നടക്ക്. നിക്കവിടെ. നിന്റെ തന്ത എന്നെ കുറെ വട്ടം ചുറ്റിച്ചിട്ടുണ്ട്. മകനും കൂടെ അതിന് ഇറങ്ങി തിരിക്കണ്ട കേട്ടാ, അതിന് വേറെ ആളെ നോക്കണം. കേറിപ്പോ. എന്താ ബോധമില്ലടാ നിനക്ക്? കണ്ടില്ലമ്മ, സോറി. ഇല്ല പിടിക്കണ